കളർക്കോട് വാഹനാപകടത്തിൽ 5 വിദ്യാർത്ഥികളെ മരണം കവർന്നെടുത്തപ്പോൾ അക്കൂട്ടത്തിൽ ലക്ഷദ്വീപ് ആന്ത്രോത്ത് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമും ഉണ്ടായിരുന്നു. MBBS സ്വപ്നവുമായി ലക്ഷദ്വീപിൽ നിന്നും കേരളത്തിലെത്തിയ മുഹമ്മദിന്റെ മരണം ഉൾക്കൊള്ളാൻ ദ്വീപ് നിവാസികൾക്കും കഴിഞ്ഞിട്ടില്ല. പത്താം ക്ലാസ് വരെ ലക്ഷദ്വീപിൽ പഠനം പൂർത്തിയാക്കിയ മുഹമ്മദ് ഇബ്രാഹിം ഡോക്ടർ ആകണമെന്ന സ്വപ്നത്തോടെയാണ് മലപ്പുറത്തേക്ക് എത്തുന്നത്. മലപ്പുറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോട്ടക്കൽ സ്കൂളിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിനോടൊപ്പം മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പും നടത്തി. പ്രവേശനഫലം പുറത്തു വന്നപ്പോൾ ആദ്യ 2 ഘട്ടത്തിലും അഡ്മിഷൻ ലഭിക്കാതിരുന്ന ഇബ്രാഹിം ഒരു തവണ കൂടി പരിശ്രമിക്കാൻ തീരുമാനമെടുത്തു. മലപ്പുറത്തെ സ്കൂളിൽ നീറ്റ് പരീക്ഷയ്ക്കായി വീണ്ടും തയ്യാറെടുക്കുമ്പോഴാണ് 3ാം ഘട്ട അലോട്ട്മെന്റിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ മുഹമ്മദ് ഇബ്രാഹിമിന് പ്രവേശനം ലഭിക്കുന്നത്. പ്രവേശനം കിട്ടിയതോടെ വലിയ ഒരു സ്വപ്നം കൈപ്പിടിയിലാക്കാനാണ് ലക്ഷദ്വീപിൽ നിന്ന് ആലപ്പുഴയിലേക്ക് ജീവിതം പറിച്ചു നട്ടത്. മത്സ്യത്തൊഴിലാളിയായ നാസറിന്റെയും കവരത്തി സർക്കാർ ഓഫീസിലെ LD ക്ലർക്കായ മുംതാസിന്റെയും വലിയ പ്രതീക്ഷകൾക്ക് കൂടിയാണ് അവിടെ ചിറകുമുളച്ചത്. വണ്ടാനത്ത് MBBSന് ചേർന്ന് 1.5 മാസം പിന്നിടുമ്പോഴാണ് സുഹൃത്തുക്കൾക്കൊപ്പം ഇബ്രാഹിമിനെയും മരണം തേടിയെത്തിയത്. അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം എയർ സർവീസ് ലഭ്യമാകുന്ന ജന്മസ്ഥലത്തേക്ക് മടങ്ങാൻ ഇബ്രാഹിമിന് കഴിഞ്ഞില്ല. എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൽ ഖബറടക്കം. ഡോക്ടറായി ദ്വീപിലേക്ക് മടങ്ങിയെത്തേണ്ട മുഹമ്മദ് ഇബ്രാഹിമിന്റെ വേർപാട് ദ്വീപ് നിവാസികൾക്ക് തീരാ ദുഃഖമാണ് ബാക്കി വെക്കുന്നത്. ഒരു നാടിന്റെ ആകെ സ്വപ്നം കൂടിയാണ് ആലപ്പുഴ കളർക്കോട് അപകടത്തിൽ നഷ്ടമായത്. ന്യൂസ് മലയാളം, കൊച്ചി.